ഇതൊക്കെയാണ് അവരുടെ വാദം. ഞാൻ ചോദിച്ചു മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല, യുക്തിവാദികൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ എന്നെ സംബന്ധിച്ചോ ഞാൻ അറിയുന്ന പല യുക്തിവാദികളും ക്യാമ്പിലൊക്കെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവരാരും യുക്തിവാദി ആണ് ഞാൻ എന്ന് വിചാരിച്ചല്ല പ്രവർത്തിക്കുന്നത്, മുസ്ലിങ്ങളാണ് എന്ന് ഞാൻ വിചാരിച്ചല്ല പ്രവർത്തിക്കുന്നത്. അവിടെ ഞാൻ കുറെ മനുഷ്യരാണ് കണ്ടത്. അപ്പോഴും നിങ്ങൾക്ക് ഇവർ കളക്ടേണ്ടത് ഇസ്ലാമിനെ പറ്റി ഉള്ള അവർക്കൊക്കെ ഇസ്ലാമിസ്റ്റുകൾ കളക്ടേണ്ടത് യുക്തിവാദികൾ എന്ത് ചെയ്തു, നിരീശ്വരവാദികൾ എന്ത് ചെയ്തു, ബാക്കിയുള്ളവർ എന്ത് ചെയ്തു, ഞങ്ങളവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. അത് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇസ്ലാമിനെ സംബന്ധിച്ചോളം അതൊരു ബിസിനസ്സാണ്. ഇവിടെ എന്തെങ്കിലും ചെയ്താൽ അവിടെ നാളെ കൂലി കിട്ടും. അതുകൊണ്ടുള്ള ഒരു ബിസിനസ് തന്ത്രം ഒന്ന് ചെയ്യുന്നു, അതിനെ കൂലി കിട്ടാൻ വേണ്ടി ചെയ്യുന്നു. പക്ഷെ ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മളൊക്കെ, അല്ലെങ്കിൽ ആര് ചെയ്യുന്നത് ഇവിടെ കൂലി ഒന്നല്ല പ്രതീക്ഷിക്കുന്നത്, മനുഷ്യത്വം അതിലേക്ക് വിടരുന്നു. സഹജീവികൾ അനുഭവിക്കുന്ന യാതനകളും വേദനകളും കൊണ്ട് അതിലേക്ക് ദുഃഖം പോകുന്നിട്ട് നമ്മളാൽ ചെയ്യും. പക്ഷെ അവിടെയും ഇവര് കാണുന്നത് എന്താ പറഞ്ഞാൽ നിരീശ്വരവാദികൾ എന്ത് ചെയ്തു, അവിടെ മതക്കാരെത്ര ഉണ്ടായിരുന്നു, ജാതിക്കാരെത്ര ഉണ്ടായിരുന്നു, മറ്റൊരാളൊക്കെ പോകാൻ ചെയ്യുന്നത്. കൃത്യമായി ഞാൻ പറഞ്ഞ പോലെ അവയവദാനം നോക്കുന്ന സമയത്ത് പലർക്കും അവിടെ ഒരു അസുഖം വരുന്ന സമയത്ത് അവയവം വേണ്ടി വരും. പക്ഷെ അത് ഇസ്ലാമിസ്റ്റുകൾക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം നാളെ അവിടെ മരിച്ചു പോയിട്ട് അവിടെ സാക്ഷ്യം പറയേണ്ടതുണ്ട്, അവർക്ക് അവിടെ ഒരു പക്ഷെ അവയവം വേണ്ടി വരാം. പക്ഷെ അവർക്ക് സ്വീകരിക്കാനും പറ്റും. ഇത്തരം കള്ള നിലപാടുകൾ നമുക്ക് സ്വീകരിക്കാൻ, നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്ന നിലപാടുകൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ കേരളീയ സമൂഹം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് മതസൗഹാർദ്ദത്തിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ്. അവരൊരു പക്ഷെ നമ്മൾ ഓണത്തിനും പെരുന്നാളിനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, വരുന്നുണ്ട്, ഉത്സവങ്ങൾ കൊണ്ടാടുന്നുണ്ട്. പക്ഷേ വയൽ കെട്ടാണ്ടാണ് അത് ഓണത്തിന് ഭക്ഷണത്തിന് ക്ഷണിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ക്രിസ്മസ് ഭക്ഷണത്തിന് ക്ഷണിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒഴിഞ്ഞു മാറണം എന്ന് ചിന്താറിൽ ഹുദവിമാരും അല്ലെങ്കിൽ പിന്നെ നമുക്ക് പള്ളിക്ക് എന്താ സംഭാവന കിട്ടിയാലും സ്വീകരിക്കാം. പക്ഷെ ഒരു അമ്പലത്തിനോ അല്ലെങ്കിൽ മറ്റോ സംഭാവന കൊടുക്കുന്നത് വേശ്യാലയത്തിന് സംഭാവന കൊടുക്കുന്ന സമാനമാണെന്ന് പറയുന്ന മുജാഹിദ് ബാലുശ്ശേരിമാരും ഇത്തരം ദുരിതാശ്വാസ നിധിയിലേക്ക് വരെ മതം കൊണ്ടുവരുന്ന നാസർ സൈഫി കൂടത്തായിമാരും പോലത്തെ ആൾക്കാരാണ് എനിക്ക് തോന്നുന്നു വർഗീയ വിഷം കുത്തിവെച്ചിട്ട് സമൂഹത്തിന്റെ മതേതരത്തെ ഛിന്ന ഭിന്നമാക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. പലിശ നമുക്ക് ഹറാമാണ്. പക്ഷേ കാനറ ബാങ്ക് ഇവർക്ക് വലിയ ഒരു സംഭാവന നൽകിയിട്ടുണ്ട്. അതിവര് തേങ്ങ വെട്ടി ഉണ്ടാക്കിയ വരുമാനമല്ലല്ലോ, കൃഷി ചെയ്തുണ്ടാക്കിയ വരുമാനമല്ലല്ലോ, എന്തെങ്കിലും ബിസിനസ് ചെയ്തുണ്ടാക്കിയ വരുമാനമല്ല പലിശയാ, പക്ക പലിശയാ. സിനിമ ഹറാമല്ലേ? സിനിമാ താരങ്ങളല്ലേ വലിയ സംഭാവന ചെയ്തിരിക്കുന്നത്, അത് സ്വീകരിക്കാം. പക്ഷേ ഡിവൈഎഫ്ഐ നടത്തുന്ന പോർക്ക് ചലഞ്ചിന്റെ സംഭാവന സ്വീകരിക്കാൻ പറ്റില്ല. ഇപ്പം എന്തിക്ക ചാവക്കാടുകാരന് അവിടെ നിന്ന് ഏതാണ്ട് ഒരു 7 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഗുരുവായൂർ അമ്പലം. അതിന് ചുറ്റും ഏകദേശവും ആളുകള് മുസ്ലിങ്ങളാണ്, പൂജാ സാധനങ്ങളാണ് വിൽക്കുന്നത്. അവിടുത്തെ ലോഡ്ജുകളില് ഏതാണ്ട് നല്ലൊരു ശതമാനവും മുസ്ലിങ്ങളാണ് നടത്തുന്നത്. നമ്മൾ ഗൂഗിൾ പേ ഇടാൻ പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് മുസ്ലിങ്ങളുടേതാണ്. ഇതിൽ നിന്നൊക്കെയുള്ള വരുമാനം ഇതിനകത്തില്ലേ? ഇത് ഹറാമല്ലേ? നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നു, ഈ ഹോസ്പിറ്റലിന്റെ ബേസ് എന്തായിരിക്കും? എല്ലാം ജാഫറെ, നമ്മൾ അധ്വാനിച്ചാല് മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമാണ് ജീവിതം. ഇപ്പോ ഇന്ന് ഗൾഫിൽ പോകുന്നു, ഒരു വർഷം കഴിയുമ്പം കാണാം വലിയ ഒരു പ്രോപ്പർട്ടി എടുക്കുന്നു, വലിയ വീട് വെക്കുന്നു, കാറാകുന്നു, മക്കളെ ഒരുപാട് സ്വർണവും പണവും കൊടുത്ത് കെട്ടിച്ചു വിടുന്നു, വലിയ രൂപത്തിൽ മക്കളെ പഠിപ്പിക്കും. എവിടെ നിന്നാണ് പണം? ഒരു മനുഷ്യൻ അധ്വാനിച്ചാൽ എത്ര ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. 20 വർഷം ഗൾഫിൽ ആർമി ക്യാമ്പിൽ ജോലി ചെയ്ത ആളാണ് എന്റെ ഹസ്ബൻഡ്. സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കാനോ വാങ്ങാനോ പറ്റിയിട്ടില്ല. നമുക്കറിയാം ഇന്നത്തെ ജീവിച്ചു പോകാനുള്ള ബുദ്ധിമുട്ടുകൾ. MM അക്ബർ, സാക്കിർ നായിക്, ഇവരുടെയൊക്കെ സമ്പാദ്യത്തിന്റെ സോഴ്സ് ഒന്ന് എടുക്കാൻ പറ. മുസ്ലിം പുരോഹിതന്മാരായിരുന്നാൽ ഇവർക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. മറിച്ച് മതം പ്രചരിപ്പിക്കുന്ന, ഒരിക്കല് മുജാഹിദ് ബാലുശ്ശേരി പ്രസംഗിക്കുവാണ്. അദ്ദേഹത്തിന് എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് 10 സെന്റ് ഭൂമിയും 1 കോടി രൂപയും നൽകാമെന്ന് ആരോ പറഞ്ഞത്രേ. അത് വേറെ ഒരു ഉസ്താദ് നല്ല രൂപത്തിൽ വിമർശിക്കുന്നുണ്ടായിരുന്നു. അപ്പോ എറണാകുളത്തിന്റെ ഹൃദയഭാഗത്ത് 1 സെന്റ് ഭൂമി എന്ന് പറഞ്ഞാൽ എത്ര പണം വരുമെന്ന് നമുക്കറിയാം. എറണാകുളം ഭൂമിയുടെ വില 1 കോടി രൂപ, 1 ആണോ 5 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അത്രയും കോടി രൂപയും നൽകാം. എന്തിനാ? മതം വളർത്താൻ. മതം വളർത്താൻ. ഇന്നലെ ഒരു പ്രമുഖ ചാനലിന്റെ എഡിറ്റർ പറഞ്ഞതാണ്, 3 കണ്ടെയ്നർ നോട്ടുകളാണ് ഈ കേരളക്കരയിൽ വന്നിറങ്ങിയത്. മത തീവ്രവാദികളാണത് കൈപ്പറ്റിയത്. ഒരു പ്രമുഖരായ മുസ്ലിം ലീഗിന്റെ നേതാവിന്റെ പേരടക്കമാണ് ആ ചീഫ് ആൻഡ് എഡിറ്റർ പേര് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഈ പണമൊക്കെ എവിടെ പോകുന്നു? ഇവരെപ്പോഴെങ്കിലും
മലദ്വാര ഗോൾഡിനെ കുറിച്ചോ ഉമ്മറം ഗോൾഡിനെ കുറിച്ചോ എവിടെയെങ്കിലും വിമർശിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഈ മദ്രസയിൽ വരുന്ന കൊച്ചു കുഞ്ഞുങ്ങളെ പിച്ചി ചീന്തുന്ന ഈ കാപാലികരെ കുറിച്ച് ഇവർ പറയുന്നുണ്ടോ? അപ്പൊ ഇവരുടെ ഹറാമും ഹലാലും വ്യതിരിക്തമാണ്, വേറിട്ട ചിന്താഗതികളാണ്. ഈ സമയത്ത് ഇപ്പോൾ ഇവർക്ക് മതം വേണം. ഇപ്പൊ സർക്കാരിന്റെ ഖജനാവിലും ഉണ്ടാകുന്ന പണം, അതാണ് പിന്നെ മദ്രസ അധ്യാപകർക്കൊക്കെ പെൻഷനായിട്ടും മറ്റു ആനുകൂല്യങ്ങളായിട്ടും ഒക്കെ കൊടുക്കുന്നത്. ഇത് 100% ഹലാലാണോ? ഇത് ഇവർക്ക് കൈപ്പറ്റാൻ പറ്റുമോ? ഏതെല്ലാം രൂപത്തിൽ ഇവര് ഹറാമും ഹലാലും നോക്കി നടക്കും. അപ്പൊ ഈ സിനിമാ താരങ്ങളൊക്കെ കൊടുത്ത പണം ഇവർക്ക് സ്വീകരിക്കാൻ പറ്റുമോ? മമ്മൂട്ടി മരിച്ചാൽ സ്വർഗത്തിൽ ചെല്ലുമെന്ന് ഇവർക്ക് ഉറപ്പുണ്ടോ? ദുൽഖർ സൽമാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് ഇവർക്ക് ഉറപ്പുണ്ടോ? ഇവർക്ക് കിട്ടിയിരിക്കുന്ന പണം എല്ലാം ഹലാലാണോ? എനിക്ക് തോന്നുന്നു മനുഷ്യന്റെ മനസ്സിനെ ആർദ്രമാക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിലേക്ക് സഹിഷ്ണുതയും കാരുണ്യവും വരുന്ന ഇത്തരം സംഭവങ്ങളെല്ലാം ഇസ്ലാമിന് അന്യമാണ്, അത് നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ സംഗീതം എടുത്താല് സംഗീത ഹറാമാണ്. ഒരുപക്ഷെ അതിന്റെ കാരണം എന്ന് എനിക്ക് തോന്നുന്നു, ആ കാലത്ത് ആ രീതിയിലുള്ള മനസ്സിന്റെ ഉടമകളായിരുന്നു ഇസ്ലാമിന് ആവശ്യം. കാരണം യുദ്ധത്തില് സ്വന്തം പിതാവായാൽ പോലും മുഹമ്മദ് നബിയെയോ അല്ലെങ്കിൽ ഇസ്ലാമിന് എതിര് പറയുന്നവരെ വെട്ടുകയും അതേപോലെ തല അറുത്ത് കൊണ്ടുവരുകയും ചെയ്യുന്നവരാണ് ആവശ്യമുണ്ടായിരുന്നത്. അപ്പൊ അവിടെ ഒരു ഇത്തരം സഹിഷ്ണുതാപരമായ ഒരു കാരുണ്യത്തിന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അത്തരം കാര്യങ്ങളിലേക്ക് വഴിവെക്കുന്ന സംഗീതമായാലും ചിത്രകലയായാലും ഇത്തരം കലകളൊക്കെ ഇസ്ലാം തീവ്രമായി നിരോധിക്കാനുള്ള ഒരു കാരണം അതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ടീച്ചർ പറഞ്ഞ പോലെ തന്നെ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാർ പലരും സംഭാവന നൽകുന്നത് നമ്മൾ കണ്ടു. മോഹൻലാല് ആ ദുരന്ത ഭൂമിയില് എന്താ പിന്നെ ധീരമായിട്ട് പ്രഖ്യാപിക്കുന്നൊക്കെ നമ്മൾ കാഴ്ച കണ്ടതാണ്. ആ സിനിമാ ഫീൽഡിലുള്ള പല ആൾക്കാരും അതേപോലെ തന്നെ മമ്മൂട്ടി, മകൻ ദുൽഖർ സൽമാന്, അങ്ങനെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ സിനിമാ ഫീൽഡിലുള്ളവര് സംഭാവന കൊടുത്തു. അതൊക്കെ അവരുടെ വലിയ മനസ്സിന്റെ കാരുണ്യത്തിന്റെ ഒരു അളവായിട്ട് നമ്മൾ അത് കാണുന്നത്. അങ്ങനെ പലരും കൊടുത്തു. പക്ഷെ നമ്മൾ ഇസ്ലാമിലേക്ക് തീർച്ചയായിട്ട് വരുന്ന സമയത്ത് സിനിമ ഹറാമാവുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ അവർ കൊടുത്ത പൈസ അവർ സ്വീകരിക്കില്ല എന്ന് പറയേണ്ടത് അവരുടെ ഹറാമായ പൈസ ആണ്. അങ്ങനെ അവർക്ക് എവിടുന്ന പൈസ കിട്ടുന്നത്? അവരധ്വാനിക്കുന്നത് അവരുടെ കലാ വൈഭവം ഉണ്ടാകുന്നത് സിനിമാ ഫീൽഡിൽ നിന്നുകൊണ്ടാണ്. അതേപോലെ സംഗീതജ്ഞര് കൊടുത്തിട്ടുണ്ട് കുറെ ആൾക്കാർ, സംഗീത ഇസ്ലാമിന് ഹറാമാണ്, അപ്പം അത് വാങ്ങാൻ പാടില്ല. അതേപോലെ ചിത്രം വരയ്ക്കാൻ ഇസ്ലാം പാടില്ല, ഫോട്ടോഗ്രാഫി പാടില്ല. ഇത്തരം ആൾക്കാരൊന്നും കൊടുക്കുന്ന പൈസ വാങ്ങരുത്, അതൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ ഒരു ചെറിയ പെങ്ങളെ കുട്ടി നന്നായി ചിത്രം വരയ്ക്കുമായിരുന്നു. ഈ കുട്ടി ചിത്രം വരയ്ക്കുന്നത് കണ്ടിട്ട് സ്കൂളിൽ മദ്രസ പഠിക്കുന്ന സമയത്ത് കുറച്ച് വർഷം മുമ്പാണ് അധ്യാപകന് എന്റെ ടീച്ചർ പറയുകയോ ശിക്ഷ ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ച സമയത്ത് പറഞ്ഞു, ഞാൻ വരയ്ക്കേണ്ടതുണ്ട്, നാളെ മനുഷ്യരെ പോയാൽ അങ്ങോട്ട് ജീവൻ മുട്ടിച്ച് കൊടുക്കാം, അത് വലിയ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. ആ കുട്ടിയുടെ മദ്രസ പഠനത്തോടുകൂടി ആ ചിത്ര വരയ്ക്കുന്ന ഒരു വാസന പോലും ഇല്ലാതായി പോയി. പക്ഷെ അങ്ങനെ പഠിപ്പിച്ച്, അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇത്തരം മീഡിയകളിലൊന്നും നമ്മുടെ മുഖം കാണാൻ പാടില്ല, സ്ത്രീയുടെ പാടില്ല എന്നൊക്കെ പറയുന്ന ആ ഉസ്താദന്മാർക്ക് അല്ലെങ്കിൽ അത്തരം സംഘടനകൾ മീഡിയ ഉണ്ട്, മാസികകളുണ്ട്, പത്രങ്ങളുണ്ട്, അതിൽ നിരന്തരം ഫോട്ടോ അച്ചടിച്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ പരസ്യങ്ങൾ വരുന്നുണ്ട്. പരസ്യമില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത്തരം അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. പക്ഷെ ഇവർക്ക് വേണ്ട കാര്യങ്ങളെ എടുക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും അത് വെച്ചുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് മതം കുത്തി നിറയ്ക്കാൻ പറ്റിയ സാധനങ്ങൾ കുത്തി നിറയ്ക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇസ്ലാമിന്റെ മാത്രം ഒരു പ്രത്യേകത. മറ്റ് മതങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷെ ഒരു മതങ്ങളെയും നമ്മൾ അംഗീകരിക്കുന്നില്ല. എല്ലാ മതങ്ങളും പോഷകായിട്ട് കാണുന്ന, എല്ലാ മതങ്ങളും മാനവികതക്കെതിരായിട്ട് കാണുന്നവരും തീർച്ചയായിട്ടും മനുഷ്യന് മതം ജീവിക്കാൻ വേണ്ടെന്ന് കരുതുന്നത് തന്നെയാണ് നമ്മള്. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് എല്ലാത്തിലും ഒരു മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കാത്ത കക്കൂസ് പോകുന്നിടത്ത് മതം പ്രയോഗിക്കണം, വസ്ത്രം ഇടുന്നിടത്ത് മതം പ്രയോഗിക്കണം, ഭക്ഷണം കഴിക്കുന്നിടത്ത് മതം പ്രയോഗിക്കണം, ഒന്ന് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ സമ്മതിക്കാതെ എല്ലാവർക്കും മതം അപ്ലൈ ചെയ്യും. അത് ഇപ്പുറത്ത് എന്റെ തൊട്ടടുത്ത് ഒരു പള്ളി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പള്ളി തുടങ്ങിയിട്ടുണ്ട്, ഇതുവരെ നല്ല ദൂരത്തുനിന്ന് പല രീതിയിലും ബാങ്കുകളൊക്കെ കേൾക്കാൻ വരുന്നു. പക്ഷെ ഇപ്പം അവിടെയും കൊണ്ട് വെച്ചിട്ടുണ്ട്. വീടിന്റെ തൊട്ടടുത്ത് ഈ ഒരു കഴിഞ്ഞ റമദാനിലാണ് തുടങ്ങിയത്. അപ്പം അവിടെയും കൊണ്ട് വെച്ചിട്ടുണ്ട്, അവിടെ സ്പീക്കർ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് നിരോധിച്ചതാണ്.
കോടതി നിരോധിച്ചതാണ്. പക്ഷെ ചെവിയിലേക്ക് തലച്ച് ആ സൗണ്ട് വരുന്നുണ്ട്. തൊട്ടടുത്ത വീടുകളിൽ ഉറങ്ങിക്കിടുന്ന കുട്ടികളുണ്ടാവും, അല്ലെ പരീക്ഷയ്ക്ക് ഇരിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പം ഇത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് അവർ അന്വേഷിക്കുന്നില്ല. അപ്പം മറ്റുള്ളവന്റെ കാതുകളിലേക്കും മറ്റുള്ളവന്റെ കാതുകളിലേക്കും മതം കടത്തുകയും അതേപോലെ തന്നെ ഒരു പൊതുസമൂഹത്തിന്റെ സ്വൈര്യമായ അവസ്ഥയിലൊക്കെ എങ്ങനെ മതം ചെയ്യാനുള്ളത് ഒക്കെ ചെയ്യുകയും തങ്ങളുടെ മതം മാത്രമാണ് ശരി എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇസ്ലാമിന്റെ ഒരു മാത്രം പ്രത്യേകതയാണ്. നമ്മളൊക്കെ അതിനെതിരെയാണ് നിരന്തരം പോരാടുന്നതും പടപെടുന്നതും. പക്ഷെ നമ്മൾക്കെതിരെയാണ് എന്ത് പ്രയോഗിക്കുന്നത്? കലാപത്തിന് ആഹ്വാനം ചെയ്തു, അല്ലെങ്കിൽ ഇത്തരം വകുപ്പുകളൊക്കെ പ്രയോഗിച്ച് നമ്മൾക്കെതിരെയാണ് അവരെ പൂട്ടാൻ ശ്രമിക്കുന്നത്. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താണ്? നമുക്ക് ഈ ഇരുണ്ട മതാന്തതയിൽ ജീവിക്കുന്നവരൊക്കെ ഒന്ന് വെളിച്ചം കണ്ടിട്ട് ഞങ്ങളൊക്കെ മനുഷ്യരാണ്, എല്ലാ മനുഷ്യന്മാർക്കും പോർക്ക് കഴിക്കേണ്ടവർക്ക് പോർക്കും ബീഫ് കഴിക്കേണ്ടവർക്ക് ബീഫും പിന്നെ മനുഷ്യരായി ജീവിക്കേണ്ടവർക്കൊക്കെ സ്വതന്ത്രമായിട്ട് മനുഷ്യരായി ജീവിക്കാൻ ഭരണഘടന അനുസരിച്ചുകൊണ്ട് നൽകുന്ന സ്വാതന്ത്ര്യങ്ങളൊക്കെ